ഇന്ന് നമുക്ക് നല്ലൊരു ടേസ്റ്റി ഹോട്ടൽ മീൻ കറി തയ്യാറാക്കാം. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പൊടികളൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി ചേർക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം ഈ പൊടികളൊക്കെ ചേർക്കാനായിട്ട്. ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇനി അതേ അളവിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ സാധാരണ എരിവുള്ള മുളക് പൊടി കൂടി ചേർക്കാം. നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. വളരെ ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണം കിട്ടുന്നുണ്ട്. ഇത്ര തന്നെ ആയാൽ മതി. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് നമുക്ക് അരമുറി തേങ്ങ വേണം. അതായത് ചെറിയൊരു മുറി തേങ്ങയാണ്. അപ്പോൾ അരമുറി തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 1/2 കപ്പ് തേങ്ങ എടുത്താലും മതിയാവും. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി മുഴുവനായിട്ട് തന്നെ ചേർക്കാം. ഇനി ഇതിലോട്ട് 5 ചെറിയുള്ളി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ മൂക്കാറായ സമയത്ത് ഒരു മീഡിയം സൈസായിട്ടുള്ള സവാള സ്ലൈസ് ചെയ്തതാണ്, അത് ചേർക്കാം. കൂടെ തന്നെ 4 പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കരിവേപ്പിലയും കൂടി ചേർക്കാം. നിങ്ങൾ മീൻ കറി ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത്യാവശ്യം ഒരു ബ്രൗൺ നിറം ആവണം, അതുവരെ വഴറ്റിയെടുക്കാം. സവാള ഒന്ന് മൂത്താലേ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചക്കുത്ത് മാറാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം 1 സെക്കൻഡ് നേരത്തേക്ക് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർക്കാം. അപ്പോൾ തക്കാളി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് ചെറിയ പീസസ് ആക്കണ്ട, കുറച്ചൊരു വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി കുറേ സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു 1-2 സെക്കൻഡ് മാത്രം വഴറ്റിയെടുത്താൽ മതിയാവും. ഇപ്പോൾ തക്കാളി നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിയാണ് ചേർക്കേണ്ടത്. ഞാനിതിലേക്ക് വാളം പുളിയാണ് ചേർക്കുന്നത്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തതാണ്, അത് ചേർക്കാം. ഒന്നെങ്കിൽ നമുക്ക് വാളംപുളി എടുക്കാം, അല്ലെങ്കിൽ കുടംപുളി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. രണ്ടിനും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പുളിവെള്ളം കൂടി ഒഴിക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഈ വെള്ളം ഒന്ന് തിളപ്പിക്കണം. പുളിവെള്ളത്തിൻ്റെ ഒരു പച്ചച്ചുവ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. പുളിവെള്ളം ഒരുപാട് സമയത്ത് തിളപ്പിക്കേണ്ട, മാക്സിമം ഒരു 1-2 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ചാറ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഈ സമയത്ത് പുളിയോ ഉപ്പോ വേണം തോന്നിയാൽ കുറച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി കറി ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ചേർക്കാം. ഇപ്പോൾ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ മത്തി മീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 1/2 കിലോ മീനുണ്ട്. അപ്പോൾ നമുക്ക് മീനും കൂടി ചേർക്കാം. കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം മീൻ ചേർക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കരിവേപ്പില കൂടി നമുക്ക് വിതറി കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മുതൽ 10 മിനിറ്റ് വെച്ചാൽ നമ്മുടെ മീനും വെന്ത് കിട്ടും. തുറന്ന് നോക്കാം. നമ്മുടെ കറി നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മീനും അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കറിയുടെ സൈഡിൽ നിന്നൊക്കെ കണ്ടില്ല, നല്ലപോലെ തന്നെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർക്കണം, അത്രയേ ഉള്ളൂ. താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി
സ്ലൈസ് ചെയ്തതും കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയുള്ളി അവസാനമായിട്ട് വഴറ്റി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഉള്ളി വഴണ്ടതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, അതായത് കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കാം. അവസാനമായിട്ട് മുളക് പൊടി ഇങ്ങനെ വഴറ്റി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു റെഡ് കളർ കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ ഹോട്ടലിലൊക്കെ കാണാറില്ലേ, മീൻ കറിയുടെ മുകളിലായിട്ട് ഒരു റെഡ് കളർ ഇങ്ങനെ കാണാം. അപ്പോൾ അത് ഇതുപോലെ ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു റെഡ് കളർ ഇങ്ങനെ മുകളിൽ കാണുന്നത്. പക്ഷേ ഹോട്ടലിലാകുമ്പോൾ കുറച്ചും കൂടി എണ്ണ കൂടുതലെടുക്കും. നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതി. കുറച്ചും കൂടി കരിവേപ്പിലയും കൂടി നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ടൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു അരമണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിത് അടച്ചു വെക്കുന്ന മുമ്പായിട്ട് കുറച്ചും കൂടി കരിവേപ്പില ഇട്ടതായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ എന്തായാലും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്